അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ താങ്കളിലേക്ക് വരുന്നു. സ്വരാജ് വന്നതോടെ വലിയ വ്യത്യാസമെന്ന് എല്ലാവരും പറയുന്നു. ജേക്കബ് ജോർജ് ഉൾപ്പെടെ ആ അർത്ഥത്തിലാണ് നിലമ്പൂരിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് LDFിൻ്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എം സ്വരാജ് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കഴിവുകളെ സംബന്ധിച്ച് നമ്മളിനി പുതുതായി പ്രതിപാദിക്കേണ്ടുന്ന കാര്യമില്ല. കേരളം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ചാതുരിയും അതുപോലെ തന്നെ വിഷയങ്ങളിലെ നിലപാടും ഒക്കെ തന്നെ ഞാനത് പ്രോംപ്റ്റ് ചെയ്ത് ഇനി കേരളത്തോട് പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമില്ല. കേരളത്തിലെ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയിലെയും ലോകത്തിൻ്റെയും സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ശക്തമായി പറയുന്ന ഒരു യുവജന പ്രതീക്ഷയായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷ ആയിട്ടുള്ള നേതാവാണ് സഖാവ് എം സ്വരാജ്. സഖാവ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി 3 ദിവസം കൊണ്ടെടുത്ത അവരുണ്ടാക്കിയെടുത്ത ഒരു എഫർട്ടുണ്ട്. അതിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ കേരളത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി സഖാവിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം പ്രതീക്ഷയാണ് പകരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുവർത്തിച്ചു പോരുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാകെയുള്ള അംഗീകാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഊന്നിപ്പറയാൻ, അതുകൂടെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ഊന്നിപ്പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ സന്ദർഭങ്ങളിലും ലോകത്തെവിടെ അനീതി ഉണ്ടായാലും ആ അനീതിയെ വെളിച്ചത്ത് കൊണ്ടുവരാനും ആ അനീതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാനും ഇന്നിപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി അങ്കലാപ്പിലായിട്ടുള്ള ആളുകൾ വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാഴ്വേല നടത്തുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്നെല്ലാം മാറി കേരളത്തിലെ നിയമസഭാ അംഗമായി, പിന്നീട് പാർട്ടിയുടെ സമുന്നതനായ നേതാവായി, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ എല്ലാ വിഷയങ്ങൾക്കകത്തും തൻ്റേതായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഏറ്റവും ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുക വഴി പോരാട്ടം ഞങ്ങൾ നയിക്കുന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വളരെയധികം ആവേശം പകരുന്നതാണ്, പ്രതീക്ഷാ നിർഭരമാണ്. തീർച്ചയായും നിലമ്പൂരിൽ ഞങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ് കുമാർ, ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ PM നിയാസിലേക്ക് പോകാം. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നുള്ളത് അത് ഒരു തരത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കളത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി LDF മുന്നോട്ട് പറയുമ്പോൾ തികച്ചും സ്വരാജിൻ്റെ കടന്നുവരവോടുകൂടി ഈ നിലമ്പൂർ മത്സരം മറ്റെല്ലാത്തിൽ നിന്നും മാറി തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂരിൽ മാറുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ LDF അതിനെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. കേന്ദ്രം കേരളത്തോട് അനുവർത്തിക്കുന്ന സാമ്പത്തിക ഞെരുക്ക നയമുണ്ട്, ഞങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമുണ്ട്. ഈ സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഏത് ചെകുത്താനോടൊപ്പവും കൂട്ടുകൂടാൻ അവർ നടത്തുന്ന വല്ലാത്തൊരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ചീഞ്ഞളിഞ്ഞ ഒരു പ്രവണതയുണ്ട്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഹീനമായ മാർഗത്തിലൂടെ ആരെ കൂട്ടുപിടിച്ചായിരുന്നാലും ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുക, ഈ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനകീയ മുന്നേറ്റത്തിൻ്റെ മേൽക്കൈ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ തന്നെ എല്ലാവിധ RSSുമായിട്ടും ഒക്കെ തരാതരം കൂട്ടുകൂടുന്ന കോൺഗ്രസിൻ്റെ നയങ്ങൾ കൂടി തുറന്നു കാട്ടപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തും, അത് സാർവദേശീയ തലത്തിലായിക്കൊള്ളട്ടെ, ദേശീയ തലത്തിലായിക്കൊള്ളട്ടെ, പ്രാദേശിക തലത്തിലായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ വിഷയം കേരളത്തിലോ ഇന്ത്യ മഹാരാജ്യത്തോ ലോകത്തോ കേരളത്തിലോ ഉണ്ടായാലും ആ വിഷയങ്ങൾക്കകത്ത് തൻ്റേതായിട്ടുള്ള നിലപാട് വളരെ അസന്നിഗ്ധമായി പറയുന്ന ഞങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നിപ്പോൾ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ആർക്കും മിണ്ടാട്ടമുണ്ടല്ലോ, യാതൊരുവിധ പക്വതയും പാകതയും ഇല്ലാതെ
എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വന്ന് അനാവശ്യ വർത്തമാനം പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. ഇന്ന് കണ്ട കുറച്ച് ആളുകൾ, അവർക്കൊന്നും ഇന്ന് മിണ്ടാട്ടമില്ലല്ലോ. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ആകെ അങ്കലാപ്പിലായി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ PV അൻവർ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പിറകെ നടന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ മെരുക്കിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസോസിയേറ്റ് മെമ്പർ സ്ഥാനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിറകെ ഒരു വിഭാഗം നേതാക്കന്മാർ നടക്കുമ്പോൾ മറുവിഭാഗം അതല്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ചക്കളത്തി പോരാട്ടത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ കൃത്യമായിട്ടുള്ള മാർജിനിൽ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആ വിജയത്തിനകത്ത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏതെങ്കിലും കേവലമായ ഒരു വിഷയത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നതല്ല.